Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ്. അടിപൊളിയായിട്ട് റെസ്റ്റോറന്റിൽ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എളുപ്പത്തിൽ എങ്ങനെ ചില്ലി ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചില്ലി ചിക്കൻ്റെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുക. ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യുമ്പം കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം നനച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി 2 സവാള ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കും അതേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നില്ല. ചെയ്യുമ്പോൾ ഞാൻ അളവും അതിനോട് കൂടി പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഫ്രൈഡ് റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം എണ്ണ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലിന് ഈ കളറായിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂണ് സോയാ സോസ്, ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ്, അതുപോലെ ഒരു 2 സ്പൂണ് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയുടെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഗ്രേവി ഇല്ലാതെ കുറച്ച് ടൈറ്റായിട്ട് ചെയ്തെടുത്ത ചില്ലി ചിക്കനാണ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.